ഹലോ സുഹൃത്തുക്കളെ, നമ്മളിന്ന് വന്നിരിക്കുകയാണ് കമല കളിക്കാൻ. കമല ആദ്യമായിട്ടാണ് ഞാൻ കളിക്കുന്നത്. ഇവിടെ സെറ്റിങ്സ് എല്ലാം കറക്റ്റ് ചെയ്യണമല്ലോ, സെൻസിറ്റിവിറ്റി എല്ലാം കറക്റ്റാണ്, നോർമലി വേണം, പ്രാക്ടീസ് വേണം സുഹൃത്തുക്കളെ. അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളങ്ങ് കളിക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. അവിടെ നോ ഡട്സ് അത് വർക്കൊന്നും ആവില്ല സുഹൃത്തുക്കളെ. അതെന്തൊക്കെയോ പ്രശ്നമുണ്ട്, അതൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഈ കഥയൊക്കെ നിങ്ങൾ എന്തായാലും വേറെ ആളുകളെയൊന്നും കണ്ടു കാണും, അതുകൊണ്ട് ഈ കഥയൊന്നും കണ്ടിട്ട് വേറെ കാര്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ കമലയുടെ വീട്ടിൽ എത്തിയിരിക്കുന്നു. അതും സ്കിപ്പ് ചെയ്യാൻ പറയുന്നു. നടന്ന് പോയി ഇവിടെ ഗേറ്റ് തുറന്ന് ബാക്കിയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ ആദ്യം ഇത് കാണും. പക്ഷെ നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ മുകളിലുണ്ട് ഗൈസ്. എന്നാലും നമുക്ക് ചുറ്റുമൊക്കെ നോക്കാം ഇതിൽ എന്തൊക്കെയാണെന്ന്. അവിടെ താഴെ തന്നെ ഉണ്ട്. എന്തിനത് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഹലോ എടുക്കാൻ പറ്റുമോ? ഹലോ ഇല്ല. ഗൈസ് നമ്മളങ്ങനെ സ്കിപ്പ് ചെയ്ത് അകത്തോട്ട് കയറിയിരിക്കുകയാണ്. കമലയുടെ വീട്ടിനകത്തോട്ട് കയറിയിരിക്കുകയാണ് ഗൈസ്. അതൊന്നുമില്ല ഗൈസ്, അത് ചുമ്മാ എന്തോ വന്നിട്ട് പോയി. അപ്പോൾ നമ്മളങ്ങ് നടന്ന് തുടങ്ങുകയാണ്. എന്താ ഇത്? ഫൈൻഡ് കമല. എല്ലാത്തിലും പോലെ നമുക്ക് ഫൈൻഡ് കമല വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമുക്ക് കമലയെ കണ്ടുപിടിക്കാം. കമലാക്ഷിനി, ഹലോ കമലാക്ഷിനി, ഇവിടെ വല്ലതും ഉണ്ടോ? നീ തൊട. ഹലോ തൊടയുടെ. ഇതിനകത്തുമില്ല ഗൈസ്. അത് ഏതൊരു റൂമാണ്, ആ റൂം എവിടെ നിന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് എവിടെയൊക്കെ കിടന്ന് പ്രേതങ്ങളെ പോലെ അലഞ്ഞു തിരികുകയാണ്. കമല എവിടെ നിന്ന് ഓടിയിട്ടുണ്ട് ഗൈസ്. എക്സോർസീവ് കമല. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, പക്ഷേ കമല ഉള്ളത് കൊണ്ട് എവിടെയൊക്കെയാണ് സാധനം ഇരിക്കണതെന്നൊന്നും അറിഞ്ഞുകൂടാ. ഇല്ല കമല. ഇതിനകത്ത് വല്ലതും കാണുമോ ഗൈസ്? അത് വല്ലതും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. പറന്നു പോയത് കാറ്റ് മാത്രമുണ്ട്. അകത്തോട്ടല്ലേ, ഇത് വെളിയിലെവിടെ ഗൈസ്? അയ്യോ, കമല ബാക്കിൽ നിന്ന് ഓടിക്കോ. ഇവിടെയും കാണാനുണ്ടല്ലോ ഗൈസ്, എന്ത് ചെയ്യാൻ? ഓടിക്കോ ഗൈസ്. നമുക്ക് ഓടി എവിടെയെങ്കിലും ഓടണം. ഇതങ്ങനെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കമല അയ്യോ തൊറടാ. ഈ സമയത്ത് തന്നെ നിൻ്റെ ഒരു അടപ്പ്. കയറി എവിടെയെങ്കിലും കയറി കൊളി. അയ്യോ, ഇപ്പം കമല ബാക്കി വരികയാണല്ലോ. കയറി ഇതിനകത്ത്. ഗണപതിയുടെ അടുത്തെത്തി സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്കിനി ഒന്നും പറ്റൂലെന്നാണ് വിചാരിക്കുക. ഇതങ്ങനെ കമലയുടെ പേടി അങ്ങ് നമുക്ക് മാറ്റി വയ്ക്കാം. കമലേ ഗൈസ്, ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് അങ്ങനെ വെളിയിലോട്ട് ഇറങ്ങണതാണ്. പിന്നെ വെളിയിലോട്ട് ഇറങ്ങി പോകുമ്പോൾ ഒരു ഷെൽഫ് കാണാറുണ്ട്. ഷെൽഫിനകത്ത് ഒരു കുന്തറാണ്ടോ എല്ലാ ബുക്കുകൾ മാത്രമുണ്ട്. ഇതിനകത്ത് 2 ഡ്രോറുണ്ട് ഗൈസ്. ഇത് തുറന്നു നോക്കാം, ഇതിനകത്ത് വല്ലതും കാണുമോ? വല്ലതും ഉണ്ടാ? ഇല്ല, ഒന്നുമില്ല. ഒരു ചുണ്ണാപ്പി പോലും അതിനകത്തില്ല. അതുകൊണ്ട് ഗൈസ് നമ്മൾ നടന്ന് പോവുകയാണ്. നടന്ന് പോകുമ്പോൾ അവിടെ മെഴുകുതിരി കത്തിച്ച് വെച്ചിരിക്കുന്നു. കസാരയൊക്കെ തിളച്ച് വരുന്നല്ലോ. ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി, സത്യം പറഞ്ഞാൽ പേടിച്ച് ഗൈസ്. ഞാൻ ആക്ട് ചെയ്യുന്നതാണിത് ഗൈസ്. ബെല്ല് എനിക്കറിയാം. കമലേനെ കുറച്ച് വിളിച്ച് വരുത്താം. ഓടിക്കും ഇനി. കമല ഇപ്പോൾ വരും. അയ്യോ കയറി എന്തിനടി? ഡ്രോവറിനകത്ത് കയറി വിളിക്കാം ഗൈസ്. മുകളിലെന്തോ ഷേർപ്പ്നവ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കുന്നു. ഇത് 12 ആയിക്കോട്ടെ ഗൈസ്. നെറ്റിട്ടാണ് കളിക്കുന്നത്, അതുകൊണ്ടാണ് ഗൈസ്. കമ്പ്യൂട്ടറൊന്നുമല്ല, ഫോണിലാണ് കളിക്കുന്നത്. ഫോണിലുണ്ട്, വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തു കമല ഗൈസ്. നമുക്ക് അങ്ങോട്ട് നടന്ന് പോകാം. ഇനി നമുക്ക് നോക്കുമ്പോൾ വേറെ പ്രശ്നമൊന്നും തോന്നുന്നില്ല. അയ്യോ കമലയല്ലേ ഇത്? എൻ്റെ പൊന്നെ കമല അവിടെ എന്തോ ഇരുന്ന് തിന്നെയാണ്. കൊച്ചു കേളി, നമുക്ക് തരാതെ തിന്നണം. ഇത് തുറക്കണം ഗൈസ്. തുറന്ന്. അയ്യോ ലോക്ക് ഗൈസ്. അങ്ങനെ നമ്മുടെ ഒരു ദീപം അണഞ്ഞു. വേറെ ദീപം വേണമെങ്കിൽ എസിൽ പിതുക്കൂ. വേണ്ട ഗൈസ്, നമുക്ക് ദീപമൊന്നും വേണ്ട, നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. അതല്ലേ ബുദ്ധി. കമല തൂക്കിയിട്ട് താഴോട്ട് വെട്ടിയിടാൻ പോവുകയാണ്. അടിയിൽ തീയാണ്. അയ്യോ വന്നു വീണു. മൃത്യു ഗൈസ്. അങ്ങനെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നോക്കിയപ്പോൾ ക്ലിറ്റർ എന്നതൊക്കെ എഴുതി കാണിച്ചിരിക്കുന്നു. നമുക്ക് ഹിന്ദി മാത്രമേ അറിയാമെന്നുള്ളതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മളങ്ങനെ TV കാണാൻ വിചാരിച്ചു ഗൈസ്. TVക്ക് അതൊന്നും ഇല്ലാത്തതിനാൽ അങ്ങോട്ട് നടന്നു പോവുകയാണ്. ഒരു ലാമ്പ് കിടക്കുന്നു. ഇവിടെയല്ലേ ഒരു തല കൊണ്ടുവയ്ക്കേണ്ടേ? ആ തല എവിടെന്നെങ്കിലും കിട്ടിയാലല്ലേ കൊണ്ടുവയ്ക്കൂ ഗൈസ്. ഫൈൻഡ് കമല. പിന്നെയും അതേപോലെ തന്നെ ഫൈൻഡ് കമല ഗീസ്. നമുക്കിങ്ങനെ നടന്ന് പോവുകയാണ് ഗീസ്.
നമ്മുടെ കമല ചേച്ചി ഇവിടെ എവിടെയെങ്കിലും കാണും. കമലേനെ കണ്ട അപ്പം ഓടിക്കൊള്ളണം. കൊള്ളാലോ ഗൈസ്, നല്ല സ്പേസൊക്കെ ആണല്ലോ. കമല ചേച്ചി ഇവിടെ എവിടെയെങ്കിലും ഉണ്ട്. ഗൈസ്, കമല വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് കമലാക്ഷി ചേച്ചീനെ കുറച്ച് നേരം കളിപ്പിക്കാം. ഗൈസ്, ഇതൊക്കെ തുറന്നു നോക്കുക ഒന്നും കൂടെ. ഇതിനകത്ത് എന്തായാലും ഒന്നുമില്ല. അയ്യോ, പിന്നെ തട്ടി. ഗൈസ്, പണി കിട്ടിയിട്ടുണ്ട്. നമ്മളങ്ങനെ ഓടുകയാണ്. പണി കിട്ടി. ഇതോടെ കൂടെ ഒന്ന് ഗൈസ്, കമല സൂപ്പർമാൻ്റെ ശക്തി എടുത്തിട്ട് വന്നേക്കാണ്. അതുകൊണ്ട് നമുക്കിനി കുറച്ച് സൂക്ഷിക്കേണ്ടതുണ്ട് ഗൈസ്. അങ്ങനെ പിന്നെയും കമലാക്ഷി നമ്മളെ മൃത്യുക്ക് അയക്കുകയാണ്. അങ്ങനെ നമ്മൾ പിന്നെയും മൂത്രമായി ഗൈസ്. പിന്നെ ഇനിയും നമ്മുടെ ഈ സന്യാസിക്ക് ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു കുന്ത്രാണ്ടം പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ക്ലിക്ക് ടു പാർട്ട് 1. ശരിയാണ്, പാർട്ട് 1. അതെന്തൊക്കെയോ കുന്ത്രാണ്ടമാണോ എന്ന് പറഞ്ഞുകൂടാ. പിന്നെ നമ്മളങ്ങനെ നടന്ന് പോവുകയാണ്. ഈ ഓം എന്ന് പറഞ്ഞ് അവിടെ എന്തോ എഴുതിയിരിക്കുന്നത്, അതൊന്നുമില്ല, വിധിക്കിട്ട് പോയല്ല ഗൈസ്. നമ്മളങ്ങനെ അകത്തോട്ട് പോവുകയാണ് ഗൈസ്. കമലയുടെ വീട് ഭയങ്കര ശാന്തവും അശാന്തമായ നഗരമാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പേടിയാണ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടാ? ഒന്നുമില്ല ഇവിടെ. നമുക്കങ്ങനെ വെളിയിലോട്ട് നടക്കാം. വെളിയിലോട്ടല്ലല്ലോ ഗൈസ്, ഇത് കിച്ചണല്ലേ. ഇരിക്കണ് പൂജാരിയുടെ ആർത്തി. എടുത്തുകൊണ്ട് പോയി എവിടെയെങ്കിലും വൈ. സുഹൃത്തുക്കളെ, നമ്മളെ കമല കണ്ടാൽ നമ്മൾ ഈ ഇടയ്ക്ക് വെച്ചെന്നെ ചാവും. എന്തായാലും വെളിയിറങ്ങാൻ പറ്റുമെന്ന് നോക്കാം. പക്ഷെ വെളിയിലിറങ്ങണ്ടേ? ഈ കിളവന് വേറെ പണിയില്ലല്ലേ. സ്വയമായിട്ട് ചാവാൻ വേണ്ടി കമലയെ രണ്ടാക്കി ചെന്ന് കയറി കൊടുക്കും ചുമ്മാ. പൂജാരീനെ സമ്മതിക്കണം. ഗൈസ്, അങ്ങനെ നമ്മൾ നടന്ന് പോകുമ്പോൾ എന്തോ വോയിസ് കേൾക്കുന്ന പോലെ എനിക്കൊരു സംശയം. മണി കിട്ടി. മണി തട്ടി ഗീസ്. മണി തട്ടി കഴിഞ്ഞാൽ ഇപ്പം കയറി വരും കിളവിയാർ വേണേന്ന് മുമ്പ് നമുക്ക് ഒളിക്കാം ഗൈസ്. ഇവിടെ ഹനുമാൻ്റെ ഫോട്ടോയൊക്കെ കൊണ്ട് ഇതിനകത്ത് കയറില്ലെന്നാണ് തോന്നുന്നത്. എന്നാലും എനിക്കത്രയ്ക്ക് വിശ്വാസമില്ല. കയറി ഗൈസ്. നമ്മളങ്ങനെ വെളിയിലിറങ്ങി നമുക്ക് സ്ഥലം എത്തിയിരിക്കുന്നു ഗൈസ്. ഇവിടെ നമുക്കിത് എവിടെ വയ്ക്കും? അയ്യോ, ബാക്കിൽ നിന്ന് കമല ഉണ്ട്. കമലാക്ഷി ചേച്ചി ഇല്ല കമലാക്ഷി ചേച്ചി ഇല്ല ഗൈസ്. ഇവിടെയാണല്ലേ? അല്ല ഇവിടെ ഗൈസ്. നമുക്ക് പ്ലേസ് ചെയ്തിട്ട് എവിടെയെങ്കിലും കണ്ട വഴി ഓടണം, അല്ലെങ്കിൽ നമ്മളെ കാര്യത്തിന് ഒരു തീരുമാനമാവും. തുടങ്ങി പാട്ട് ഗൈസ്. സാധാ അവിടെയാണ് വിളിക്കേണ്ടത്, പക്ഷെ നമുക്കിവിടെ വിളിച്ച് നോക്കാം. കമലാക്ഷി ചേച്ചി, അയ്യോ രക്ഷിക്കണമെന്നാ? എടി, നിന്നെ രക്ഷിക്കാനല്ല, നിൻ്റെ പ്രായത്തിനടുത്ത് കളഞ്ഞ് നിന്നെ കൊല്ലാനാണ് ഇവിടെ വന്ന. മര്യാദയ്ക്ക് ചത്തോളണം. എന്താ ഭയം? മുറുക്ക എന്തോ ആയിക്കോട്ടെ ഗൈസ്. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മുറുക്ക് തിന്നെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, അല്ലാത്തവർ ലൈക്ക് ചെയ്യണം കേട്ടാ. ചുമ്മാ പോയി കളയരുത് ഗൈസ്. പിന്നെ ഇതിനകത്ത് എത്രയോ വർഷങ്ങളായി ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്ന കക്കൂസ്, അതിനകത്ത് ഒരു ചെടി. ആ ചെടി വെച്ചാണോ ബാക്ക് തുടച്ചതെന്നൊരു സംശയമുണ്ട് എനിക്ക്. കമലയുടെ മോള് ഓടുക. നമ്മളങ്ങനെ അകത്തോട് കയറുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ചുറ്റും ഒന്നുമില്ല. അവിടെ 2 ഡോർ പൊട്ടിക്കിടക്കുന്നു. കമല ചുമ്മാ പൊട്ടിച്ചടഞ്ഞ ഡോറാണ് ഗൈസ്. ട്രഷർ ഹണ്ട് ഇതിനകത്ത് വല്ലതും ഉണ്ടോ സുഹൃത്തുക്കളെ? നോക്കാം. ഇല്ല. അതിനകത്തൊന്നുമില്ല ഗൈസ്. അങ്ങനെ നമ്മൾ നടന്ന് പോവുകയാണ്. നടന്ന് പോകുമ്പോൾ ഇപ്പുറത്ത് അയ്യോ കമല ഗൈസ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കളിയുടെ കാര്യത്തിനൊരു തീരുമാനമായി ഗൈസ്. ഇനി എനിക്ക് കളിക്കാൻ വയ്യ. ശരി ഗൈസ്, ഇന്നത്തെ കാര്യത്തിന് തീരുമാനമായതിനാൽ ഞാൻ ഇന്നത്തെ കളി നിർത്തുന്നില്ല. അപ്പം ചാവനെയും കൂടെ കാണിക്കാം ഗൈസ്. മൃത്യു അങ്ങനെ എന്തോ ആണ്. എനിക്ക് ഹിന്ദി ഒന്നും അറിഞ്ഞൂടാ സത്യം പറഞ്ഞാൽ. മൃത്യു സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ മൃത്യു ആയിരിക്കുകയാണ്. റീസ്റ്റാർട്ടിങ് എന്ന് കാണിച്ചിട്ടുണ്ട് ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.